സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ. നമുക്ക് സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ആഡ് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കണേ? ഒരുമിച്ച് ജോയിൻ ചെയ്തുകൊണ്ട് രണ്ട് സ്ട്രിങ്ങുകൾ, അതായത് രണ്ട് സെൻറ്റൻസുകളായിട്ട് കിടക്കുന്ന സാധനത്തെ ഒരുമിച്ചാക്കിയിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യിക്കണതാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ ഇവിടെ നോക്കാം, var x, y, x ഈക്വൽ എ ഗുഡ് ബിഗിനിങ്, y ഈക്വൽ മേക്സ് എ ഗുഡ് എൻഡിങ്. രണ്ട് സെൻറ്റൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, രണ്ട് സ്ട്രിങ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ z ഈക്വൽ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ അഡീഷൻ രണ്ടും നമ്മൾ ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം രണ്ടും എന്താണ് സ്ട്രിങ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ജോയിൻ ആയിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ എ ഗുഡ് ബിഗിനിങ് മേക്സ് എ ഗുഡ് എൻഡിങ് എന്ന് നമുക്കൊരു സെൻറ്റൻസ് ആയിട്ട് കാണിക്കുന്നു. അതായത് രണ്ട് സ്ട്രിങ് ഒരുമിച്ചാവണം എന്നർത്ഥം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. var x, y, x ഈക്വൽ ഡബിൾ കോഡ്സിൽ 23 എന്ന് കൊടുത്തു. നമുക്കറിയാം ഡബിൾ കോഡ്സിൽ എന്ത് കൊടുത്താലും അത് സ്ട്രിങ് ആണ്. y ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ 5 എന്ന് പറയുന്നത് നമ്പർ ആണെന്നുള്ളത് മറക്കരുത്. z ഈക്വൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്നറിയോ? 235, അതായത് 235 എന്ന് കിട്ടുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കണേ? അതായത് ആ 23 എന്ന സ്ട്രിങ്ങിൻ്റെ കൂടെ ഈ 5 എന്ന നമ്പർ കൂടി ചേർക്കുമ്പോൾ അത് സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെ ഒരുമിച്ചാക്കിയിട്ട് ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യണത്. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെയല്ല ഔട്ട്പുട്ട് വേണ്ടത്. എനിക്ക് 235 എന്ന ഔട്ട്പുട്ട് അല്ല വേണ്ടത്, പകരം എനിക്ക് ഈ 23 + 5 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാവുന്നത് z ഈക്വൽ നമ്പർ ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് വൈ. നമ്പർ ബ്രാക്കറ്റിൽ എക്സ് എന്തിനാ കൊടുത്തേച്ചാൽ നമ്പർ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനിലൂടെ സ്ട്രിങ്ങിനെ നമ്പറാക്കി മാറ്റുകയാണ്. അപ്പോൾ 23 ഡബിൾ കോഡ്സിലുള്ളത് 23 എന്ന നമ്പറായി മാറിയിട്ട് 23 + 5, അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 28 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് രണ്ട് നമ്പറുകളാക്കി മാറ്റിയിട്ട് അതിനെ ആഡ് ചെയ്യിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതൊരു സ്ട്രിങ് ആയിട്ട് നമുക്ക് അവിടെ അത് ഡിസ്പ്ലേയിൽ ആ രണ്ട് നമ്പേഴ്സിനെയും ഒരുമിച്ചായിട്ട് ഡിസ്പ്ലേയിൽ കാണിക്കുന്നു, വിത്തൗട്ട് ഗ്യാപ്പ് സ്പേസ് ഇല്ലാതെ. അപ്പോൾ നമുക്ക് പ്ലസ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്തത്, പക്ഷേ അതിൻ്റെ വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങളാണ് നമ്മളിവിടെ കണ്ടത്.